അടുത്തതായിട്ടൊരു ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഇതാ കുറച്ച് അരി എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതാ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്താ ഈ അരി വറുത്തതിൻ്റെ പകുതി ഇടാം നമുക്ക് ജാറിൽ, പകുതി മതി. ഇതാ എരിവിന് ആവശ്യമായ കപ്പൽ മുളക്, കുറച്ച് ചെറിയ ജീരകം, തേങ്ങാക്കൊത്ത്, ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം കടുകിട്ട് കൊടുക്കാം. ഇതാ കുറച്ച് വലിയുള്ളി, കറിവേപ്പില, അത് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് വഴണ്ടി വരട്ടെ. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതാ മിക്സിയിൽ പൊടിച്ച് ഇതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇരുന്ന് വെന്തോട്ടെ. ഇതാ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ ബീട്രൂട്ടിൻ്റെ ആ മധുരമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമാണ്. എന്നിട്ട് നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട്.